ജോണേട്ടാ, പണ്ടൊക്കെ നമ്മൾ വിവാഹത്തട്ടിപ്പ് വീരൻ എന്നാണ് കേട്ടിട്ടുള്ളത്. എന്നാൽ വിവാഹത്തട്ടിപ്പുകാരികളുടെയും വിവാഹത്തട്ടിപ്പ് വീരത്തികളുടെയൊക്കെ ഒരു വിളനിലമായിട്ട് നമ്മുടെ കേരളം മാറുകയാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് ശാലിനി, 2011 മുതൽ പല സമയങ്ങളിലായിട്ട് ശാലിനിയുടെ പേരും വിവാഹത്തട്ടിപ്പിൻ്റെ വാർത്തകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട കേസിൽ എന്തായാലും പരാതിക്കാരിയുടെ മകന് വേണ്ടി നടത്തിയൊരു പുനർവിവാഹ ആലോചന, അതിൻ്റെ പത്രപരസ്യത്തിൽ നിന്ന് ഈ വീരത്തി ശാലിനി ഫോൺ നമ്പർ എടുത്ത് ഇയാളെ വിളിക്കുന്നു, ദീർഘകാലമായിട്ട് പ്രണയത്തിലാകുന്നു. അതിനുശേഷം പെണ്ണ് കാണലിന് വേണ്ടിയിട്ട് ഈ പറയപ്പെടുന്ന പരാതിക്കാരിയും മകനും വീട്ടിലേക്ക് വരുന്നതിന് തൊട്ടടുത്ത ദിവസം തന്നെ വിവാഹം അങ്ങ് നടത്തി. നമ്മൾ ഈ നാഗേന്ദ്രൻ ഹണിമൂൺസിലെ കണ്ട പോലെ വിവാഹത്തിന് ശേഷം 2-3 ദിവസങ്ങൾക്കപ്പുറം പണവും സ്വർണ്ണാഭരണങ്ങളും ഒക്കെ ആയിട്ട് കടന്നു കളയുന്നതാണ് ശാലിനിയുടെ ഒരു ശൈലി. ശാലിനി എന്തായാലും ഈ കേസിൽ ഇയാൾ വിദേശത്ത് നിന്ന് കൊണ്ടുവന്ന പെർഫ്യൂം അടക്കം അടിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. പല പേരുകളിൽ പല സമയങ്ങളിൽ, നമ്മുടെ ഈ ബെല്ലാരി രാജ എന്നൊക്കെ പറയുന്ന പോലെ പല പേരുകളിൽ അറിയപ്പെടുന്ന ശാലിനി. എന്താണ് ഇപ്പോഴത്തെ ഒരു കേസിന്റെ അവസ്ഥ? പഴയൊരു തട്ടിപ്പ് ചരിത്രമൊക്കെ ഒന്ന് പറയാമോ? ഈ ശാലിനിയുടെ കഥ, ഈ സംഭവം അറിഞ്ഞ് നമ്മളിങ്ങനെ ചുമ്മാ നോക്കിയപ്പം മൊത്തത്തിൽ ശാലിനി മയമാണ്. ശാലിനി ചെറിയ പുള്ളിയല്ല. 25 കേസുകൾ വരെ ശാലിനിയുടെ പേരിലുണ്ട്. ഞാൻ അപ്പുറത്തേക്കും പോയേക്കാം. അപ്പോൾ ജയശങ്കർ ആദ്യം പറഞ്ഞ പോലെ പണ്ട് വിവാഹ തട്ടിപ്പ് വീരന്മാരായിരുന്നു. പുരുഷന്മാർ കല്യാണം കഴിക്കുന്നത് അത് തന്നെ 4 കല്യാണം കൂടി പോയാൽ 4 അല്ലെങ്കിൽ 5, അതിനപ്പുറത്തേക്കൊന്നും പോകത്തില്ല. പിന്നെ അവർ ഈ പരിപാടി മടുത്ത് ഇത് അവസാനിപ്പിക്കും. കാരണം ഓരോ സ്ഥലത്തുനിന്ന് അവരെ പിടിച്ചുകൊണ്ട് പോകുന്നതുകൊണ്ട് പിന്നെ അവർ നിർത്തും. പക്ഷെ ഇതങ്ങനല്ല. നിരന്തരം ഇതൊരു തൊഴിലാക്കി മാറ്റിയ ഒരാളാണ് ശാലിനി. നേരത്തെ പറഞ്ഞ പോലെ ഈ പിന്നെ രാജമാണിക്യത്തിലെ പോലെ ഓരോ സ്ഥലത്തും ഓരോ പേരാണ്. നമ്മൾ അഡ്രസ്സ് മജിസ്ട്രേറ്റ്, ഇങ്ങനെ മജിസ്ട്രേറ്റ് ആണെന്നും പറഞ്ഞൊരു സ്ഥലത്ത് നിന്ന് കല്യാണം കഴിച്ചിട്ടുണ്ട്. വക്കീലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ ഇപ്പൊ ഏറ്റവും അവസാനം എന്ന് പറഞ്ഞാൽ പൂനെയിൽ ജോലി ഉണ്ടെന്ന് പറഞ്ഞിട്ട് ലീഗൽ അഡ്വൈസർ എന്ന് പറഞ്ഞിട്ട് കല്യാണം കഴിച്ചിരിക്കുകയാണ്. അപ്പോൾ ഓരോ സ്ഥലത്തും ഓരോ പിന്നെ അഡ്രസ്സും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഒരു പാലക്കാട് നിന്നാണ് പിടിക്കുന്നതെങ്കിൽ അവിടുത്തെ ഒരു അഡ്രസ്സ്, പിന്നെ കൊല്ലം, പിന്നെ ഇങ്ങനെ ഓരോ ജില്ലകളിൽ നിന്നും, കോട്ടയം. ഇതിപ്പോൾ പിന്നെ എന്താണ്, ഇവരെ പിടിച്ചിരിക്കുന്ന തന്നെ ഒരു വാടക വീട്ടിൽ നിന്നാണ്. ഈ വാടക വീട്ടിൽ, അതെ, അരൂരിലെ വാടക വീട്ടിലാണ് ഇവര്. പൂനെയിലാണെന്നും പറഞ്ഞ് ഫോണൊക്കെ സ്വിച്ച് ഓഫ് ചെയ്ത് പോയത് നേരെ അരൂരിലെ വാടക വീട്ടിൽ. അവിടെ വൈക്കം സ്വദേശിയുണ്ട്, അയാളുമായിട്ട് അവിടെ കഴിയുകയാണ്. അപ്പോൾ ഇങ്ങനെ ഓരോ കാലത്തും ഇവർ ഒരു കല്യാണം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ കല്യാണം കഴിച്ചു. അപ്പോൾ ആ ഭർത്താവ്, ഒരു കുഞ്ഞുണ്ട്, ഭർത്താവുമായിട്ട് നിരന്തരം വഴക്കായിരുന്നു. അയാൾ പ്രവാസിയായിരുന്നു, നിരന്തരം വഴക്കായിരുന്നു ശാലിനി, നിരന്തരം വഴക്കായി. അങ്ങനെയാണ് ഇവർ കൂടുതലും പറ്റിച്ചിട്ടുള്ളത് ഓട്ടോക്കാരെയാണെന്നാണ് ഞാനൊരു ഇതിനകത്ത് റിപ്പോർട്ടിൽ കണ്ടത്. ഓട്ടോക്കാരോട് വല്ലാത്ത പ്രണയവും ഇനി എന്തെങ്കിലും പകയുണ്ടോ എന്ന് നമുക്കറിയത്തില്ല. അങ്ങനെ ഈ ഭർത്താവുമായിട്ട് നിരന്തരം വഴക്കായി. ആദ്യം ഇവർ ഒളിച്ചോടി പോകുന്നത് ഒരു ഓട്ടോ ഡ്രൈവർക്കൊപ്പം പോകുന്നു. പിന്നീട് ഇവർ പറ്റിക്കുന്നതും ഒരു ശശിധരൻ നായർ എന്ന് പറഞ്ഞിട്ട് ഒരു ഓട്ടോ ഡ്രൈവറുണ്ട്. അത് 2024 കഴിഞ്ഞ വർഷം 2024 അത് കല്യാണം കഴിക്കുന്നു. വരൻ്റെ വീട്ടിലെത്തി വിവാഹ സൽക്കാരം നടക്കുകയാണ്. അത് വരൻ്റെ വീട്ടിലെത്തി വിവാഹ സൽക്കാരം നടക്കുന്നതിനിടയ്ക്ക് തന്നെ മുങ്ങി. വരൻ്റെ വീട്ടിലെത്തി, കല്യാണം കഴിഞ്ഞു, വരൻ്റെ വീട്ടിലെത്തി, അവിടെ സൽക്കാരം നടക്കുന്നു. ഇവിടെ പെണ്ണ് റിസപ്ഷൻ്റെ ഇടയ്ക്ക് അവിടെ സൽക്കാരം, ഇവിടെ മുങ്ങൽ. സ്വർണ്ണമണമായിട്ട് മുങ്ങി. 5 പവനും 50,000 രൂപയായിട്ടാണ് ഈ യുവതി ശാലിനി പിന്നെ മുങ്ങിയത്. ആദ്യ ഭർത്താവ്, അയാളുടെ പേര് നമുക്കിപ്പോൾ പറയണ്ട, കാരണം അയാളെ ഇനി ഇതിനകത്തോട്ട് നമ്മൾ വലിച്ചടിക്കേണ്ട കാര്യമില്ല. സമാധാനമായിട്ട് ജീവിക്കുന്ന ഒരാളാണല്ലോ. ആദ്യ ഭർത്താവാണ് അന്ന് ഈ ശാലിനിയെ പളനിയിൽ നിന്ന് പിടിച്ചു കൊടുക്കുന്നത്. ആദ്യം പോലീസ് 2014 സമയത്ത് 2020 ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അവസാനത്തെ കേസിൽ 2019 കായംകുളം പോലീസ്, അന്ന് മലപ്പുറം കൊണ്ടോട്ടിയിലുള്ള ഒരു വിലാസത്തിലാണ് കായംകുളം പോലീസ് അറസ്റ്റ് ചെയ്യുമ്പോൾ, അത് ഈ പറഞ്ഞ പോലെ മജിസ്ട്രേറ്റ് ആണെന്ന് പറഞ്ഞിട്ടാണ് അന്ന് പുതുപ്പള്ളി സ്വദേശിയെ കല്യാണം കഴിച്ച് മജിസ്ട്രേറ്റ് ആണെന്ന് പറഞ്ഞ് പറ്റിച്ചാണ്. ഓച്ചിറ ക്ഷേത്ര സന്ദർശനം നടത്തുകയാണ് ഭാര്യയും ഭർത്താവും. കല്യാണം കഴിഞ്ഞപ്പോൾ അതിനു മുമ്പ് ചില ജോലിയുടെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അധ്യാപികയായിരുന്നു, ആ ജോലി രാജിവെച്ചു. അതിനുശേഷം മജിസ്ട്രേറ്റ് ആയി എന്നൊക്കെ പറഞ്ഞ് ഇയാളുടെ വിശ്വാസം പിടിച്ചു പറ്റി. സ്വർണ്ണമൊക്കെ ഇയാളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചെടുത്തതിന് ശേഷം ഓച്ചിറ ക്ഷേത്രം സന്ദർശിക്കാനായിട്ട് വന്നപ്പോഴാണ് ഈ വരൻ്റെ സുഹൃത്തുക്കൾ ഇവരെ തിരിച്ചറിഞ്ഞു. വിവാഹ തട്ടിപ്പ് പഴയ വാർത്തകളിൽ നിന്ന് തിരിച്ചറിഞ്ഞു. അങ്ങനെയാണ് അന്ന് പിടിയിലാകുന്നത് 2019. മറ്റേത് 2024. പിന്നെ ഒരെണ്ണം ഉള്ളത്, നമുക്കിപ്പോൾ എല്ലാം പറയാൻ പറ്റത്തില്ല.
ഇതെല്ലാം പറഞ്ഞ് അവരെ മഹത്വവൽക്കരിക്കാൻ പറ്റും. പോരാതെയും വരും ഇല്ലേ? അതെ, തീരാതെ വരും. 2023 വളരെ പ്രമാദമായ 42 ലക്ഷം രൂപയാണ് വിവാഹ വാഗ്ദാനം നൽകി തട്ടിച്ച ഒരു 55 വയസ്സുകാരന്. അത് ഈ പറഞ്ഞ പോലെ ഈ പുനർവിവാഹത്തിൻ്റെ പരസ്യം കണ്ടിട്ട് ഫോണിൽ വിളിച്ചിട്ട് അടുപ്പം സ്ഥാപിച്ചതിന് ശേഷം ഈ വരൻ ഒരുങ്ങി റെഡിയായി കല്യാണത്തിന് വരുന്ന സമയത്ത് വധുവില്ല. അതിനു മുമ്പേ 42 ലക്ഷം രൂപ, അത് മധ്യപ്രദേശിൽ ജോലിയുടെ ആവശ്യത്തിനാണ്. നേരത്തെ റിസപ്ഷന് മുന്നേ ആണെങ്കിൽ ഇത് കല്യാണത്തിന് മുമ്പ് മധ്യപ്രദേശിലാണ്, വിധവയാണ് എന്നൊക്കെ ഓരോ സമയത്ത് ഇങ്ങനെ സങ്കടങ്ങളൊക്കെ പറഞ്ഞ് അന്ന് വിധവയാണെന്ന് പറയും, മറ്റെന്തെങ്കിലും ജീവിത പ്രയാസങ്ങളൊക്കെ പറയും. അങ്ങനെ സങ്കടങ്ങൾ പറഞ്ഞിട്ടാണ് സ്നേഹം കിട്ടാത്ത അതായത് ഈ സ്നേഹം കിട്ടാത്ത ഒരാളുടെ കാര്യം പറയുമ്പോഴാണ് രേഷ്മ എന്തിനാണ് ഇങ്ങനെ കല്യാണം കഴിച്ചതെന്ന് ചോദിച്ചാൽ എനിക്ക് സ്നേഹം കിട്ടാത്തതുകൊണ്ടാണ്. മൊഴിയാണ്. 10 പേരെ മറ്റോ കല്യാണം സ്നേഹിച്ചിട്ട് മതിയാകുന്നില്ല. അപ്പൊ പുരുഷന്മാരുടെ പരാജയമാണ്, രേഷ്മയുടെ കുഴപ്പമല്ലത്. ഈ പുരുഷന്മാർക്ക് സ്നേഹിക്കാൻ അറിയത്തില്ല. അപ്പൊ അതുകൊണ്ടാണല്ലോ അവര് സ്നേഹം കിട്ടാതെ അടുത്ത ആളിനെ തേടി പോകുന്നത്. അതെന്തായാലും 42 ലക്ഷം രൂപ ഈ 55 വയസ്സുകാരൻ അന്ന് കൊല്ലത്തെ അഡ്രസ്സാണ് കൊടുത്തിരിക്കുന്നത്. കൊല്ലം കൊട്ടാരക്കര ഇളമാട് കണ്ണങ്കോട് ആക്കൽ സ്വദേശിനി എന്ന് പറഞ്ഞിട്ടാണ് അവിടുത്തെ ഒരു വീട്ടു പേര് വെച്ചിട്ടാണ് ശാലിനി അന്ന് പിടിയിലാകുന്നത്. അന്ന് പിടിയിലാകുമ്പോൾ ഈ കൂട്ടുപ്രതിയായിട്ട് പിടിയിലാകുമ്പോൾ ഈ 55 വയസ്സുകാരനെ പറ്റിച്ച് 42 ലക്ഷം രൂപയായിട്ട് കിടക്കുന്ന സമയത്ത് പിടിയിലാകുന്ന സമയത്ത് സരിൻ കുമാർ എന്ന് പറഞ്ഞിട്ട് ഭർത്താവ്, നിലവിൽ ആ സമയത്ത് ഭർത്താവാണെന്ന് പറഞ്ഞിട്ട് സരിൻ കുമാർ എന്ന് പറയുന്ന കൂട്ടുപ്രതിയും കൂടെ ഉണ്ടായിരുന്നു. അയാളാണ് അന്ന് ഭർത്താവായിട്ട് ഉണ്ടായിരുന്നത്. ഇപ്പം നമ്മൾ ഈ അരൂരിൽ നിന്ന് പിടിക്കുമ്പോൾ അവിടെയും വൈക്കം സ്വദേശിയായിട്ടുള്ള ഒരാളുമായിട്ട് താമസിക്കുകയാണ്. അപ്പോൾ ഇവർക്ക് അങ്ങനെ കുറേ ആളുകൾ ഇവിടെ പല സ്ഥലങ്ങളിൽ അതെ ആക്റ്റീവാണ്. ഓരോ സ്ഥലത്ത് വന്നിങ്ങനെ കല്യാണം കഴിക്കുന്നു, പറ്റിക്കുന്നു, ഈ സ്വർണവും പണവുമായി പോകുന്നു. നിലവിലുള്ള കൂടെ താമസിക്കുന്ന ആളിന് ആഹാരം വാങ്ങിക്കാനുള്ള വക ഉണ്ടാക്കാൻ വേണ്ടി കല്യാണം കഴിഞ്ഞ് അങ്ങനെ ആയിരിക്കാം ചിലപ്പോൾ. എന്തായാലും ആരൊക്കെയാണ് ഇതിൽ പങ്കാളികളായിട്ട് മാറുക എന്നുള്ളത് നമുക്കറിയില്ല. അതുപോലെ നമ്മൾ 2019 പറഞ്ഞു, 2024 ഇതെല്ലാം പ്രമാദമായിട്ടുള്ള. ഇപ്പം നിലവിൽ വരുമ്പോൾ ഈ ചെങ്ങന്നൂർ സ്റ്റേഷനിൽ തന്നെ 2011 സമാനമായ തട്ടിപ്പിന് കേസുണ്ട്. 20 പല ജില്ലകളിലായിട്ട് കേസുകളുണ്ട്. ഇവരുടെ പേരിൽ ആലപ്പുഴയുണ്ട്, അതുപോലെ തന്നെ പാലക്കാട്, പത്തനംതിട്ട, ഇവിടെ എല്ലാം കേസുകളുണ്ട്. ഇത് കല്യാണം കഴിച്ചതിന് ശേഷം 4ാമത്തെ ദിവസമാണ് ഇവിടെ നിന്നിപ്പോൾ ഈ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വിവാഹം കഴിഞ്ഞതിന് ശേഷം 4ാമത്തെ ദിവസം മുങ്ങുന്നു. 4ാമത്തെ ദിവസം പൂനെയിലേക്ക് പോവുകയാണ്, ജോലിക്കായിട്ട് പോവുകയാണ്. പണ്ട് നസീറിന്റെ പടത്തിലൊക്കെ പറയും ലീഗൽ അഡ്വൈസറാണെന്ന് പറഞ്ഞ് മുങ്ങുക, ജോലിക്ക് പോവുകയാണ്. ഭർത്താവ് തന്നെയാണ് തീവണ്ടി കയറ്റി വിട്ടത്. ലീഗൽ അഡ്വൈസർക്ക് ചെല്ലാതിരിക്കാൻ പറ്റത്തില്ലല്ലോ, കാരണം നിയമോപദേശങ്ങൾ കിട്ടിയില്ലെങ്കിൽ സേവനം ആവശ്യമാണ്. പണ്ട് ഈ പ്രേം നസീർ അമ്മയെ ഞാൻ ബോംബെക്ക് പോയിട്ട് വരാം എന്നൊക്കെ പറഞ്ഞ് പഴയ സിനിമകളിൽ പറയൂല്ലോ, ബോംബെ പോയി ഞാൻ പണക്കാരനായി വരാമെന്ന് പറഞ്ഞിട്ടാണ് പ്രേം നസീർ പോകുന്നത് എന്ന് പറഞ്ഞ പോലെ ഈ ശാലിനി അത് അഡ്രസ്സ് പാലക്കാട് അഡ്രസ്സാണ്. പാലക്കാട് ഒറ്റപ്പാലം. അതെ, അവസാനത്തെ കേസ് അമ്പലപ്പള്ളി ശാലിനി, അത് പാലക്കാട് അഡ്രസ്സാണ്. ഓരോ സ്ഥലത്തും ആ വീട്ടിലാണ് താമസിക്കുന്നത്. അത് പോകുന്നു, ജോലി സ്ഥലത്തേക്കാണെന്ന് പറഞ്ഞ് പോകുന്നു. അപ്പം 4 ദിവസമായിട്ടും ഒരനക്കവും ഇല്ല. 4ാം ദിവസമാണ് ഇവർ പോകുന്നത്, ഒരനക്കവും ഇല്ല. ഫോണിൽ വിളിക്കുന്നു, ഫോൺ സ്വിച്ച് ഓഫ് ആണ്. സ്വർണം കൊണ്ടുപോയിട്ടുണ്ട്, അതോടൊപ്പം പണം കൊണ്ടുപോയിട്ടുണ്ട്. അങ്ങനെ വിളിക്കുമ്പോഴാണ് ഇവർക്ക് സംശയം തോന്നി, ബന്ധുക്കൾക്ക് സംശയം. ജനുവരി 20-നായിരുന്നു ഇവരുടെ വിവാഹം. ജനുവരി 20-നാണ് വിവാഹം ഈ വർഷം. 3 ദിവസമാണ് ചെറിയനാട് ഭർത്താവിൻ്റെ വീട്ടിൽ താമസിച്ചത്. 3 ദിവസം അവിടെ താമസിക്കുന്നു. 4ാമത്തെ ദിവസം പൂനെയിലേക്ക് ജോലിക്കായിട്ട് പോവുകയാണ്. ഈ രേഷ്മയെ അങ്ങനെയാണ് പോയത്, ജോലിക്കായി പോകുന്നു എന്ന് പറഞ്ഞത്. പക്ഷേ രേഷ്മ ഭയങ്കര തന്ത്രശാലിയായതുകൊണ്ട് അവിടെ ഇരുന്നിട്ട് തന്നെ ഓരോ സമയം കണ്ടെത്തിയിട്ട് ജോലി സ്ഥലത്ത് ഇരുന്നിട്ട് ഇതുപോലെ മൊബൈൽ സ്വിച്ച് ഓഫ് ആക്കി പോകുന്ന പരിപാടിയൊന്നുമില്ല. എല്ലാവരെയും കൃത്യമായി വിളിക്കുകയും വിശേഷങ്ങൾ തിരക്കുകയും ചോറ് കഴിച്ചോ സമയത്ത് മരുന്ന് കഴിക്കണം, ഇതെല്ലാം ഒരു ഭാര്യയുടെ കടമ കൃത്യമായി കെയറിംഗ് രേഷ്മയും കൂടെ ആയിരുന്നു. പക്ഷേ ഇവർ കംപ്ലീറ്റ് ഫോണൊക്കെ സ്വിച്ച് ഓഫ് ആക്കി നേരെ പോവുമായിരുന്നു. അപ്പോൾ എന്തായാലും ജോലി ചെയ്യാനായിട്ട് പോയി. അപ്പോൾ ഇവരുടെ ബന്ധു ആണ് മനസ്സിലാക്കുന്നത്, യൂട്യൂബിൽ ഇവരുടെ പഴയ വീഡിയോ, ഭർത്താവും വീട്ടുകാരും ഒക്കെ ബന്ധപ്പെടാൻ ശ്രമിക്കുന്നു. ഇയാളിനെ കുറിച്ച് യാതൊരു വിവരവുമില്ല. അങ്ങനെ ഈ ഭർത്താവിൻ്റെ സഹോദരി ഈ യുവതിയുടെ വീഡിയോ യൂട്യൂബിൽ കാണുന്നു. അപ്പോഴാണ് അത് കാണുമ്പോൾ നമ്മൾ ഈ കാണുന്ന പോലെ തന്നെ ആയിരിക്കും. സെർച്ച് ചെയ്ത് പോയാൽ ഓരോ വർഷവും ഇവർ പിടിയിലാകുന്ന വാർത്തയാണ്. 2011 അടുത്ത വർഷം വരുന്നു. ഓരോ വർഷവും ഇവരെക്കുറിച്ചുള്ള ശാലിനിയുടെ വാർത്തകൾ. ഇപ്പോൾ ഇവിടെ മജിസ്ട്രേറ്റ്, അവിടെ അധ്യാപിക, അവിടെ വക്കീൽ, വിധവ അല്ലെങ്കിൽ ലീഗൽ അഡ്വൈസർ, ഇങ്ങനെ പല പേരുകളിൽ വന്നിട്ട്
പിന്നെ കല്യാണം കഴിക്കുകയാണ്. അങ്ങനെ കണ്ടുപിടിച്ചോടുകൂടിയാണ് ഈ യൂട്യൂബിൽ ചാനൽ ഇവരെക്കുറിച്ചുള്ള ഒരു വാർത്ത, ശാലിനിയെക്കുറിച്ചുള്ള വാർത്ത കണ്ടതോടുകൂടിയാണ് ഈ തട്ടിപ്പ് മനസ്സിലാക്കാൻ പറ്റിയത്. ഈ പലപ്പോഴും നമ്മുടെ ഈ ചെറുപ്പക്കാർ, ഇതിപ്പോൾ 55 വയസ്സുള്ള ആൾ അതിനകത്ത് പെട്ടിട്ടുണ്ട്. 40 വയസ്സാണ് ശാലിനിക്കുള്ളത്. ശാലിനി വളരെ നേരത്തെ മുതൽ തന്നെ ഈ വിവാഹ തട്ടിപ്പുമായിട്ട് ഒരു തവണ ഈ വിവാഹ തട്ടിപ്പിൽ അതെ അഗ്രഗണ്യാണ്. എനിക്ക് തോന്നുന്നു നമ്മളെ ഈ രേഷ്മയുടെ വാർത്തയൊക്കെ വന്നപ്പോൾ രേഷ്മ ആണ് ഇതിൽ സീനിയർ എന്ന് വിചാരിച്ചു. പക്ഷേ രേഷ്മയൊക്കെ ഒന്നും അല്ല, ഇതിന്റെ മുമ്പിൽ ഒന്നും അല്ല. രേഷ്മ വന്ന് കാലിൽ തൊട്ട് തൊഴുത് ദക്ഷിണയൊക്കെ വാങ്ങിച്ച് രണ്ടുപേരും കൂടെ ഒരുമിച്ച് അതെ ജോയിന്റ്. ഈ രേഷ്മയ്ക്ക് പറ്റിപ്പോയത് അന്ന് ഇങ്ങനെയല്ല, ആര്യനാട് വന്നിട്ട് അവിടുത്തെ ഒരു ഗ്രാമപഞ്ചായത്ത് അംഗത്തെ കല്യാണം കഴിക്കാനായിട്ട് വന്നത്. രേഷ്മ വരുന്ന സമയത്തും വേറൊരു വിവാഹ കുറി, കല്യാണ ലെറ്റർ, രേഷ്മയുടെ അടുത്ത കല്യാണത്തിന്റെ ലെറ്റർ അടിച്ചു വെച്ചേക്കുക, ബാഗിൽ നിന്ന് കിട്ടി. ഇവിടുന്ന് പോയിട്ട് വേണം അടുത്തത് കെട്ടാൻ. അപ്പൊ ഇവിടെ വന്ന് ഇവർക്ക് സംശയം തോന്നിയത് കൊണ്ടാണ് ഈ കുളിച്ചോ ഷെഡ്യൂള്. അതെ അതെ, സമയവും സ്ഥലങ്ങളും ഒക്കെ നേരത്തെ കൊണ്ട് ഫിക്സ് ചെയ്തൊക്കെ ഇവിടുന്ന് പോയിട്ട് വേണം അടുത്ത. ഇത്തരം ആളുകൾ പെട്ടെന്ന് കല്യാണം ധൃതിയാണല്ലോ. ഈ നമ്മളെപ്പോഴും അതല്ലാതെ തന്നെ ഒരു ആലോചന വന്നാൽ തന്നെയും ആരെങ്കിലും നമുക്ക് പെട്ടെന്ന് അങ്ങ് നടത്തണം എന്ന് പറഞ്ഞ് വരുന്നുണ്ടെങ്കിൽ അത് സൂക്ഷിക്കണം. അത് സാധാരണഗതിയിലെ ജോണേട്ടാ നമ്മൾ ഈ ആണുങ്ങളെ പറ്റി തിരക്കത്തുള്ളൂ. കൂടുതലും ഒരു ആലോചന വരുന്നു, ഇവന്റെ സ്വഭാവം എങ്ങനെയുണ്ട്, നാട്ടിൽ പോയി തിരക്കും. അതിനെക്കാട്ടി അപ്പുറം ഈ വരുന്ന ആലോചനകളിലെ സ്ത്രീകളുടെ സ്വഭാവവും സ്ത്രീകളുടെ ചുറ്റുപാടും കൂടെ തിരക്കേണ്ട അത്യാവശ്യമായ ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതിന്റെ ഒരു പ്രശ്നം കൂടെ ആയത് ഏതെങ്കിലും രീതിയിൽ ഈ പേര് കേൾക്കുമ്പോഴോ അല്ലെങ്കിൽ ഈ ചിത്രമൊക്കെ വെച്ചിട്ട് പരിസരങ്ങളിലൊക്കെ തിരക്കിയെങ്കിൽ ഒരു പക്ഷേ ഇത്രയും വലിയ പണി കിട്ടത്തില്ലായിരുന്നു അവർക്കൊക്കെ. ഈ ശാലിനി എന്നുള്ള പേരിലായിരിക്കും. അതുകൊണ്ട് പിന്നെ ഈ ഇത്തരം ആളുകള് അവർക്ക് ഈ ആളുകളെ മയക്കി എടുക്കാൻ അറിയാമല്ലോ. ഒരാളെ കോണ്ടാക്ട് ചെയ്യുമ്പോൾ തന്നെ അറിയാം ഇയാൾ വീഴുവോ ഇല്ലയോ എന്നുള്ളത് അറിയാം. ഇയാൾ കല്യാണം കഴിക്കാതെ ഹതാശനായി നടക്കുന്ന ഒരു മനുഷ്യൻ. അപ്പോൾ പുള്ളിക്ക് അങ്ങനെയെങ്കിലും കല്യാണം കഴിക്കണം. അപ്പോഴാണ് ഈ അനാഥയായ അല്ലെങ്കിൽ മജിസ്ട്രേറ്റ് വന്ന് കല്യാണ ആലോചനയായിട്ട് വരുന്നത്. ആലോചിച്ച് നോക്ക്, മജിസ്ട്രേറ്റ് അപ്പോൾ ചെറിയ കാര്യമാണോ? നമുക്ക് മജിസ്ട്രേറ്റിനെ കല്യാണം അത്രയും പദവിയിലിരിക്കുന്ന ഒരാൾ അപ്പോൾ ഇങ്ങോട്ട് വന്ന് കല്യാണാലോചനയുമായിട്ട് വരികയാണ്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഓരോ ഈ പറഞ്ഞ പോലെ ലീഗൽ അഡ്വൈസർ അല്ലെങ്കിൽ ബാങ്ക് മാനേജർ അല്ലെങ്കിൽ ഡോക്ടർ, ഇങ്ങനെ ഓരോ പൊസിഷനിൽ വന്നിട്ടാണ് കല്യാണം ആലോചിക്കുന്നത്. അല്ലെങ്കിൽ ചില നേരത്തെ ഒക്കെ ഈ തമിഴ്നാട്ടിലൊക്കെ ആണെങ്കിൽ IAS ഉദ്യോഗസ്ഥയായിട്ടൊക്കെ വന്നിട്ടാണ് കല്യാണം ആലോചിച്ച് പോകുന്നത്. ഉത്തർപ്രദേശിലൊക്കെ സമാനമായിട്ടുള്ള കേസ് ഉണ്ടായിട്ടുണ്ട്. അതെ 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 അതെ, അതും വൻ രീതിയിലുള്ള പണമാണ്, ലക്ഷങ്ങളാണ് അടിച്ചു മാറ്റിയത്. വലിയ വാർത്തയായിരുന്നു, പേര് ഓർക്കുന്നില്ല ഞാനിപ്പോൾ. പിന്നെ ചിലർ നാണക്കേട് കാരണം പുറത്ത് പറയാനൊന്നും പോകത്തില്ല. അതെന്തായാലും സംഭവിച്ചു നമ്മുടെ ഒരു. പക്ഷേ ഇപ്പോൾ ഇപ്പോഴത്തെ കാലത്ത് ചോണട്ടെ, ഈ പറഞ്ഞ കണക്ക് ഒരു സമയത്തൊക്കെ വിവാഹ തട്ടിപ്പാകട്ടെ അല്ലെങ്കിൽ സ്ത്രീകൾ പ്രതിസ്ഥാനത്ത് വരുന്ന കേസുകളിലൊക്കെ മാധ്യമങ്ങൾ ഒരു പരിധിവരെ ഇവരുടെ ചിത്രങ്ങൾ കൊടുക്കില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ അതിൽ നിന്നൊക്കെ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. കുറച്ച് ആൾക്കാർക്കെങ്കിലും ഇങ്ങനെ വലിയ തട്ടിപ്പിൽ നിന്നൊക്കെ ഒന്ന് പിടിവിടാതെ. അല്ല, ഈ ചിത്രം പുറത്തു വന്നില്ലെങ്കിൽ നമുക്ക് അറിയാൻ പറ്റില്ല. ഈ അശ്വതി അച്ചു എന്ന് പറയുന്ന ഒരു ലേഡിയുണ്ട്. അത് പിന്നെ പോലീസ് ഉദ്യോഗസ്ഥരെയാണ് കാക്കിയോട് പ്രണയമുള്ള അശ്വതി അച്ചു. അത് ബ്ലാക്ക് മെയിലിംഗ് ആണ്. ഈ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഇവരുമായിട്ടൊക്കെ സംസാരിക്കുമ്പോഴും ഇത് പിന്നെ ഇവർക്ക് തട്ടിപ്പ് നടത്തി പോവുക എന്നുള്ള ലക്ഷ്യം മാത്രമേ ഉള്ളൂ. അല്ലാതെയുള്ള സ്ത്രീകളുമായി സംസാരിക്കുമ്പോൾ അവർ ഈ ഫോണിൽ ഇതെല്ലാം റെക്കോർഡ് ചെയ്ത് വെക്കും. അതൊക്കെ പിന്നീട് വലിയ കെണിയായി. പുരുഷന്മാർ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. പുരുഷന്മാർ നമുക്കതെല്ലാം അറിയാം, അത് എത്ര കണ്ടിട്ടുള്ളതെന്നൊക്കെ. ജീവിതം കൂടെ അതെ അതെ, ജീവിതം കൂടെ ജീവിതം തുലയ്ക്കുന്ന സാധാരണ രീതിയിൽ നമുക്കൊരു പോലീസ് ഉദ്യോഗസ്ഥനോട് എന്നിട്ട് വർത്തമാനം പറയാൻ പറ്റൂ. ഇത് അങ്ങനെ അല്ലല്ലോ. നീ അടങ്ങിയിരിക്കടാ, നിന്റെ കാര്യം ഞാൻ തീരുമാനിക്കും. അപ്പോൾ ആ പോലീസ് ഉദ്യോഗസ്ഥൻ കാല് പിടിക്കുകയാണ്, എൻ്റെ കരിയർ നശിപ്പിക്കരുത്. സാധാരണ പ്രതികളായിട്ടുള്ള ആളുകളാണ് സാറേ എൻ്റെ ജീവിതം നശിപ്പിക്കരുത്, കരിയർ നശിപ്പിക്കരുത് എന്നൊക്കെ പറയുന്നത്. ഇത് അശ്വതി അച്ചുവിനോട് കാല് പിടിക്കുകയാണ്, എൻ്റെ കുടുംബം തകർക്കരുത്, എനിക്കൊരു കരിയർ ഉണ്ട്, അത് നശിപ്പിക്കരുത്. നീ അങ്ങ് അവിടെ അടങ്ങിയിരുന്നാൽ മതി, നിന്നെ എന്താ വേണമെന്ന് ഞാൻ നോക്കിക്കോളാം. വർഷങ്ങൾ നീളുന്ന ബ്ലാക്ക് മെയിലിംഗ്. അപ്പം അവർ പറയും നിന്നെ എന്താ ചെയ്യണമെന്ന് ഞാൻ നോക്കി. അത് തിരിച്ച് പോലീസുകാരൻ പറയുന്ന നിന്നെ എന്താ വേണം ഞാൻ തീരുമാനിക്കാം, ഞാൻ നോക്കട്ടെ നിന്നെ വിടണോ വേണ്ട എന്ന് പറയുന്ന പോലെ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള ഒരു നാട്ടിലാണ് ഈ പുരുഷന്മാർ ജീവിക്കുന്നത്. അപ്പോൾ കല്യാണാലോചന വരുമ്പോൾ നേരത്തെ ജയശങ്കർ പറഞ്ഞ പോലെ പുരുഷൻ്റെ കാര്യങ്ങൾ മാത്രമല്ല, സ്ത്രീയുടെ വീട്ടുകാരുമായിട്ടും ആ പരിസരവും പ്രത്യേകിച്ച് ഇവർ വാടകയ്ക്ക് വന്ന് അവിടെ താമസിക്കുന്ന ആളുകളായിരിക്കുമല്ലോ. അപ്പോൾ ഇവരെത്ര കാലമായിട്ട് വാടകയ്ക്ക് വന്ന് താമസിക്കുന്നു, ഇവരുടെ കൂടെ വേറെ ആരെങ്കിലും ഉണ്ടോ, ഇത്തരം കാര്യങ്ങൾ അന്വേഷിക്കുമ്പോൾ തന്നെ ഏകദേശം ഒരു ധാരണ ഉണ്ടാവും. ഇവരൊക്കെ അനാഥരായിട്ട് ആ രീതിയിലോ അല്ലെങ്കിൽ ഫേക്ക് ആയിട്ടുള്ള ബന്ധുക്കളെയൊക്കെ കൊണ്ടുവരും. അതുകൊണ്ടാവും 2-3 അധികം ബന്ധുക്കൾ കാണില്ല, 2-3 പേരെ കൊണ്ടിറക്കും. മറ്റേ ഈ രേഷ്മയൊന്നും അങ്ങനെ ബന്ധുക്കളില്ലാതെ ഒക്കെ വന്നിട്ട് ഒറ്റയാൾ. അത് ആ സ്ത്രീക്ക് തോന്നിയ സംശയമാണ്. ഇവര് കുളിച്ചോ എന്ന് ചോദിച്ചപ്പോൾ
കാരണം വിവാഹത്തിന് എന്തായാലും കുളിക്കാതെ പോവില്ലല്ലോ. അപ്പൊ കുളിച്ചു ഇറങ്ങിയപ്പോ ബാത്റൂമിൽ ഉണ്ടായിരുന്നില്ല, ലക്ഷണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അത് ശരിക്കും പറഞ്ഞാൽ ഇത് ഈ കണ്ടുപിടിച്ച സ്ത്രീ ശരിക്കും ബ്രില്യൻ്റ് ആണ്. അവരെ ഏതെങ്കിലും ഈ സേനയിലൊക്കെ എടുത്ത് അവരെ, കാരണം അവർ കൃത്യമായത്, അപ്പൊ അവർക്കത് എന്തോ ഒരു ഡൗട്ട് തോന്നിയത് കൊണ്ടാണ് ആ ബാഗൊക്കെ പരിശോധിക്കുന്നത്. അല്ലെങ്കിൽ അയാൾ ജനപ്രതിനിധിയല്ലേ, ആകെ പെട്ടുപോകത്തില്ലേ രക്ഷപ്പെട്ടു. ഒരു കാര്യം കൂടെ ഉണ്ട്, അത് കൂടെ പറഞ്ഞ് നമുക്ക് അവസാനിക്കും. നമ്മുടെ ഒരു സുഹൃത്ത്, അയാൾ ഇങ്ങനെ വർഷങ്ങളായിട്ട് കല്യാണം കഴിക്കാതിരിക്കുകയാണ്. അങ്ങനെ ഒരു യുവതിയുമായി അടുപ്പത്തിലാവുന്നു. അങ്ങനെ നാട്ടിൽ വന്നു, കല്യാണം കഴിക്കാം എന്ന് തീരുമാനിക്കുന്നു. ഇച്ചിരി ദൂരെയുള്ള ഒരു ജില്ലയിലാണ്. അപ്പോൾ യുവതി വന്നു. അപ്പോൾ യുവതിക്ക് പറഞ്ഞ പോലെ ബന്ധുക്കൾ ഒന്നുമില്ല, വേറെ ആരും ഇല്ല. അങ്ങനെ കല്യാണം കഴിയുന്ന സാരമില്ല. പുള്ളി തന്നെ മാലയൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നു, കല്യാണം കഴിയുന്നു. അപ്പം അത്രയും പ്രണയിച്ച് അടുപ്പമായി കല്യാണം കഴിയില്ലേ. വീട്ടുകാർ സമ്മതിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് യുവതി വന്നത്. ഈ കല്യാണം കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോൾ യുവതിയുടെ ഭർത്താവും മോനും കൂടെ കല്യാണം വീട്ടിൽ വന്നു. കാരണം ഇത് ഈ കല്യാണം കഴിച്ച ആൾക്കറിയത്തില്ല. ഇവർ കല്യാണം കഴിച്ചിട്ടുണ്ടെന്നോ ഭർത്താവുണ്ടെന്നോ മക്കളുണ്ടെന്നോ ഉള്ള കാര്യമൊക്കെ മറച്ചു വെച്ചിട്ടാണ് ഇവർ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോരുന്നത്. അപ്പോൾ ഈ രാവിലെ നോക്കിയപ്പോൾ ഭർത്താവ് നോക്കിയപ്പോൾ ഭാര്യയെ കാണുന്നില്ല. അങ്ങനെ അന്വേഷിച്ച് വന്നപ്പോഴാണ് ഭാര്യ ഇവിടെ കല്യാണം കഴിച്ചിരിക്കുന്നത്. അപ്പോൾ അയാൾ വണ്ടി കയറി ഇവിടെ വന്നു, നേരെ ഇവരെ പിടിച്ചപ്പോൾ അവർ തിരിച്ചു പോയി. ഈ 2-3 പവൻ്റെ മാലയും ബാക്കി സ്വർണവും കൂടെ തിരിച്ചു വാങ്ങിക്കാൻ പറ്റും, കേസാകത്തില്ലേ? കാരണം ഇയാളുടെ ഭാര്യയെ തട്ടിക്കൊണ്ടു വന്നു എന്നുള്ള കേസാവും. അപ്പോൾ വന്നപ്പോൾ അവർ പറഞ്ഞു ഞാൻ ഭർത്താവിൻ്റെ കൂടെ പോകാമെന്ന് പറഞ്ഞ് അവർ പോവുകയും ചെയ്തു. ആ മനുഷ്യൻ പിന്നീട് ഇന്നേവരെ കല്യാണം കഴിച്ചിട്ടില്ല. അപ്പം അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ നാട്ടിൽ നടക്കുന്നുണ്ട്. അതുകൊണ്ട് വളരെ ശാലിനിയെ പോലെ, രേഷ്മയെ പോലെ, പിന്നെ ഒട്ടേറെ യുവതികൾ, അതൊക്കെ വളരെ ചെറിയ അളവിലുള്ള 1-2 കല്യാണം തട്ടിപ്പൊക്കെ നടത്തി പരിപാടി അവസാനിപ്പിക്കുന്ന ആളുകൾ. പക്ഷേ ഇതൊന്നും അങ്ങനെയല്ല. ശാലിനി വീണ്ടും അടുത്ത വർഷം രംഗത്ത് വരും, പുതിയ പേരിൽ വരും. അപ്പോൾ ഈ ഫോട്ടോ, നമ്മളെ ഈ വീഡിയോ കാണുമ്പോൾ അതിനകത്തുള്ള ആ ഫോട്ടോ ഒക്കെ മനസ്സിൽ ഓർത്ത് വെച്ചേക്കും, സൂക്ഷിച്ചു വയ്ക്കുക. ശരി.